മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 30-ാമത്തെ വാക്യം ധ്യാനിക്കും. സെയിന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 30. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കൂ. ഒരിക്കൽ അക്ബർ ചക്രവർത്തി സദസ്സിലെ പണ്ഡിതരെ നോക്കി ചോദിച്ചു, ഇന്ന് ഞാൻ ഇതുവരെ ചോദിക്കാത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. സദസ് നിശബ്ദമായി. എല്ലാവരും രാജാവിനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. രാജാവ് പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെയും എന്റെയും താടി രോമങ്ങൾക്ക് തീ പിടിച്ചു എന്ന് കരുതുക. ആദ്യം ആരുടെ തീയാവും നിങ്ങൾ കെടുത്തുക? സംശയമെന്ത്? ആദ്യം അങ്ങയുടെ താടി രോമത്തിലെ തീയണച്ച് അങ്ങേക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകിയ ശേഷമേ ഞങ്ങൾ ഞങ്ങളുടെ താടി വീഴ്ചയിലേക്ക് നോക്കുക പോലും ചെയ്യുകയുള്ളൂ. അതായിരുന്നു പറഞ്ഞ ഉത്തരം. ഒറ്റക്കെട്ടായി മറുപടി ഉയർന്നപ്പോഴും സദസ്സിൽ ഒരാൾ മാത്രം നിശബ്ദനായിരുന്നു. രാജാവ് ഏറെ സ്നേഹിക്കുന്ന വിദൂഷകൻ, വിജ്ഞാനിയായ ബീർബൽ. ഒരു കൗതുകമെന്നോണം ഈ ചോദ്യം ബീർബലിനോടും ചക്രവർത്തി ആവർത്തിച്ചു. എന്നാൽ ബീർബലിന്റെ ഉത്തരം വ്യത്യാസമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, തിരുമേനി, ഞാൻ ആദ്യം എന്റെ താടി വീഴ്ചയിലെ തീ അണച്ചിട്ട് അങ്ങയുടെ താടി രോമങ്ങളെ തീ അണയ്ക്കൂ. എല്ലാവരും അങ്ങനെ ചെയ്യാനാണ് സാധ്യത. ബീർബലിൽ നിന്നും ശരിയായ ഉത്തരം കേട്ടപ്പോൾ രാജാവ് സന്തോഷത്താൽ മതിമറന്ന് പൊട്ടിച്ചിരിച്ചു. പുകഴ്ത്തൽ സൈന്യം ശിരസ് നമിച്ച് മിണ്ടാതിരുന്നു പോയി. ഓരോ വ്യക്തിക്കും 3 സ്വഭാവങ്ങളാണുള്ളത്. 1 പുറമേ കാണിക്കുന്നത്, 2 യഥാർത്ഥത്തിലുള്ളത്, 3 തനിക്കുണ്ടെന്ന് അയാൾ കരുതുന്നത്. നമ്മള് യഥാർത്ഥത്തിൽ എന്താണോ അതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.